നമസ്കാരം സാർ. ഇപ്പോൾ നാഷണൽ ക്രൈം ഏജൻസി നടത്തുന്ന ഒരു ഓപ്പറേഷൻ സ്റ്റോവുഡ് എന്ന് പറയുന്ന ഒരു അന്വേഷണ പരമ്പരയിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ബ്രിട്ടനിൽ അതിലിപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഒരു 8 പേർക്ക് 106 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്തയെക്കുറിച്ച് ഉള്ള വിവരങ്ങൾ സാർ പങ്കുവയ്ക്കാവോ? ബ്രിട്ടനിൽ ഈ നാഷണൽ ക്രൈം ഏജൻസി നടത്തിയ ഓപ്പറേഷൻ സ്റ്റോവുഡ് എന്ന് പറയുന്നത് ഒരു അന്വേഷണ പരമ്പരയാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ചിലതൊക്കെ 20-21 വർഷം മുമ്പൊക്കെ നടന്നതാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഗാങ് 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ, പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്തതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണമാണത്. അത് പല സ്ത്രീകളും പുറത്ത് മിണ്ടാതിരുന്നതാണ്. പക്ഷേ ഇങ്ങനൊരു സംഗതി പുറത്തേക്ക് വന്നപ്പോൾ പല ആളുകളും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്ന് നാഷണൽ ക്രൈം ഏജൻസി കണ്ടെത്തിയിട്ട് അവരുടെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ അവർ സമ്മതിക്കുന്നു. ഇങ്ങനെ അവിടെ കോടതികളിൽ ഇപ്പോൾ പല കേസുകൾ വിചാരണകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച അവിടെ UK കോടതികളിൽ, ബ്രിട്ടനിൽ പല മേഖലകളിലുള്ള കോടതികളായിട്ട് 8 പേരെ ബാലപീഡകർ എന്ന് പറയാം അല്ലേ, 8 ബാലപീഡകരെ ശിക്ഷിച്ചു. അത് ഈ പറഞ്ഞ പോലെ 100 വർഷത്തിൽ കൂടുതൽ എല്ലാവരുടെയും കൂടിയൊക്കെ വരും. ഈ 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ ആസൂത്രിതമായിട്ട്, അതിന് ഗ്രൂമിങ് ജിഹാദ് എന്നാണ് പറയുന്നത്. ജിഹാദ് നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ലവ് ജിഹാദ് നമ്മുടെ കേരളത്തിലും ഒക്കെ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ വന്നാണ്. അതിൻ്റെ ഒരുപാട് പേർക്ക് വിഷമമുള്ള കാര്യമൊക്കെയാണ്. ഇപ്പോൾ ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്കില്ല എന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് തന്നെ ലവ് ജിഹാദ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുകയൊക്കെ ചെയ്തു. ഏത് IPC ഇല്ല എന്ന് മാത്രമേ, CRPC ഇല്ല എന്ന് വാക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. വൃത്തികേടുണ്ട് കാണിക്കലുണ്ടല്ലോ. അതാണിപ്പോൾ നമ്മൾ ഈ ഗ്രൂമിങ് ജിഹാദ്, അതായത് ഈ ലൈംഗികതയിലേക്ക് ചെറിയ കുട്ടികളെ വലിച്ചിടുക, അങ്ങനൊരു ജിഹാദ് അവിടെ നടന്നു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ബ്രിട്ടനിൽ. എന്നിട്ട് ഇത് ഇപ്പോൾ ഞാൻ ഒരു കഥ ഒരു സ്ഥലത്ത് നടന്ന് പറയാം, ബാക്കിയുള്ളിടത്തും അങ്ങനെ തന്നെയായിരിക്കുമല്ലോ. റോത്തർഹാമിൽ നടന്ന ഒരു ജിഹാദ് എങ്ങനെയായിരുന്നു എന്ന് പറയാം. ഇത് റോത്തർഹാമിൽ മാത്രമല്ല, ഹഡേഴ്സ്ഫീൽഡ്, റോഷ്ഡെയിൽ, ഓക്സ്ഫോർഡ്, ബ്രിസ്റ്റോൾ, പീറ്റേഴ്സ്ബർഗ്, ന്യൂകാസിൽ, ഇങ്ങനെ പല മേഖലകളിലും നടന്നു, നഗരങ്ങളിലും. 19,000 കുട്ടികൾ ഒരു നടന്നായിട്ട്, ചിലപ്പോൾ 19,000 കുട്ടികളിൽ നടന്നായിട്ട് ഈ കണക്കുകളിൽ വന്നിട്ടുണ്ട്. അതിൽ കൂടാൻ സാധ്യതയുള്ളതായിട്ടും റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ റോത്തർഹാമിൽ കഴിഞ്ഞ ദിവസം നടന്നൊരു ശിക്ഷ, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവിടെ ഈ സംഭവങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചിരുന്നു, ജെ റിപ്പോർട്ട്. ഇങ്ങനെ ലീക്ക് ചെയ്ത് വിവരം വന്നപ്പോൾ ഇത് എത്രയൊക്കെ ഉണ്ടാവും എന്നൊക്കെ അറിയാനും അന്വേഷിക്കാനുമായിട്ട് ഒരു കമ്മീഷന് വെച്ചിരുന്നു. അത് 2014 ആണ് വിവരം വന്നത്. അതിൽ 1400 കുട്ടികൾ ദുരുപയോഗം ചെയ്യപ്പെട്ടതായിട്ടാണ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അതിൽ അവർ പറഞ്ഞിരുന്നു ഇവരെ ഇങ്ങനെ ദുരുപയോഗം ചെയ്തിരുന്നു, അവർ ഇതിലേക്ക് ഗ്രൂം ചെയ്തിരുന്നു, പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഗാങ്. അതായത് ഈ കുട്ടികളെ ലൈംഗികപരമായി ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അതെന്ന് പറഞ്ഞാൽ ഇതിൽ ചില കഥകൾ കേൾക്കുമ്പോൾ 4-5 കൊല്ലത്തേക്കൊക്കെ 2 കുട്ടികളെ ഈ ചിൽഡ്രൻസ് ഹോമിൽ, അനാഥാലയം പോലെയുള്ള ചിൽഡ്രൻസ് ഹോമിൽ ഒക്കെ ഉണ്ടായിരുന്ന 2 കുട്ടികളെ 5 കൊല്ലത്തോളം ഇങ്ങനെ 11-15 വയസ്സുള്ള 2 കുട്ടികളുടെ ഒരു കഥയുണ്ട് ഇതിൻ്റെ അകത്ത്. അവർ പിന്നെ ഡ്രഗ്, കഞ്ചാവ്, മറ്റേ മദ്യം ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇത് ഒരു രാജ്യത്തിനെതിരെ പലതരത്തിൽ ജിഹാദാകാമെന്ന് കരുതിയിട്ട് ഈ സമൂഹത്തിനെ നമുക്കിങ്ങനെ ഇവരൊക്കെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ റേപ്പ് ചെയ്തിട്ട് ഈ സമൂഹത്തിനെ നശിപ്പിക്കാം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി ചെയ്തിരിക്കുന്നതാണത്. അപ്പോൾ ഇപ്പോൾ ആ റിപ്പോർട്ടിൽ 1400 കുട്ടികളുടെ കാര്യം പറഞ്ഞിരുന്നു. ഇതൊരു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഗാങ് ആണ് എന്ന് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. 1997 മുതൽ 2013 വരെ
നടന്ന കാര്യങ്ങളുടെ സൂചനകളാണ് അതിലുണ്ടായിരുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന റോത്തർഹാം എന്ന് പറയുന്നത് സൗത്ത് യോർക്ക്ഷയറിലെ ഒരു മാർക്കറ്റ് ഉള്ള പട്ടണമാണ്. വലിയ ചന്തയൊക്കെ ഉള്ളൊരു പട്ടണമാണ്. റോത്തർ എന്ന് പറയുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ കരയിലുള്ള പട്ടണമാണ് റോത്തർ. ഒരു വേറൊരു പുഴയുമായിട്ടുള്ള സംഗമ ബിന്ദുവാണത്. നാഷണൽ ക്രൈം ഏജൻസി 1100 ഇരകളുടേത് ഇപ്പം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. 37 ശിക്ഷകൾ ഇതുവരെ ആയി. 50 കുട്ടികളുടെ കാര്യത്തിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ. അത് കഴിഞ്ഞ് വീണ്ടും ഇത് പരമ്പരയായതുകൊണ്ട് വരും. ഈ റോത്തർഹാമിലെ സംഭവത്തിൽ ശിക്ഷിക്കപ്പെട്ട ആളുടെ പേര് വാലിദ് അലി, 42 വയസ്സ്. അയാൾക്ക് 20-21 വയസ്സുള്ളപ്പോഴാണ് അയാൾ ചെയ്തത്. 21 കൊല്ലം മുമ്പാണ് എന്ന് പറയുമ്പോൾ അന്ന് 21 വയസ്സായക്ക്. 21 വർഷം മുമ്പ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരിക്കുന്ന 5 വർഷ ശിക്ഷ കുട്ടിയെ ബലാത്സംഗം ചെയ്തതിന്. അന്ന് ആ കുട്ടിക്ക് 14 വയസ്സായിരുന്നു. ഇയാൾ ഈ മാനഭംഗപ്പെടുത്തിയ കുട്ടിക്ക്. ഇപ്പോൾ അവർ 35 വയസ്സായല്ലോ. അവർ ഇതുവരെ പറഞ്ഞിരുന്നില്ല. അന്വേഷകരോടാണ് ആദ്യമായിട്ട് പറയുന്നത്. അവർ അന്ന് ഈ കുട്ടി അവിടെ ആ പട്ടണത്തിലൊരു ഫൗണ്ടന് കീഴിൽ തനിച്ചിരിക്കുന്നതായിട്ട് ഇയാൾ ശ്രദ്ധിച്ചിരുന്നു, ഈ വാലിദ് അലി. എന്നിട്ട് അത് ആ നഗര കേന്ദ്രത്തിൻ്റെ അടുത്തുള്ള പാർക്കിലെ ഫൗണ്ടനാണ്. ഈ കുട്ടിയെ ഇയാൾ 2003-ലോ 2004-ലോ ആയിരിക്കും എന്ന് പറയുന്നു. ഈ അലിയും ഗാങ്ങും കൂടി കുട്ടിയെ സമീപിച്ചു. അടുത്ത ഇടവഴിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കുട്ടി നിരസിച്ചപ്പോൾ കയ്യിൽ പിടിച്ചു വലിച്ച് ആ ഇടവഴിയിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ ദുരുപയോഗം ചെയ്യുന്നത്. 2021 സെപ്റ്റംബറിൽ അലിയെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അലി അറസ്റ്റ് ചെയ്ത് അയാളെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഇയാൾ അതിന് മുമ്പ് 13 വയസ്സുള്ളൊരു കുട്ടിയെ ഈ കുട്ടിക്കെതിരെ ജിഹാദ് നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു. അതും ഇതേ ഇടവഴിയിലാണ് ആ സംഭവം നടന്നതെന്നും കണ്ടെത്തുകയുണ്ടായി. ഈ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച വ്യാഴവും വെള്ളിയുമായിട്ട് ഷെഫീൽഡ് കോടതിയിൽ, ഇത് റോത്തർഹാം, ഷെഫീൽഡ് കോടതിയിൽ 7 പേർക്ക് ശിക്ഷ. അപ്പോൾ 7 + 1 8, 7 പേർക്ക് ശിക്ഷ കൊടുത്തു. അവരുടെ പേര് പറയാം. മുഹമ്മദ് അമർ 43 വയസ്സ്, മുഹമ്മദ് സിയാബ് 44, യാസർ അജൈബ് 39, മുഹമ്മദ് സമീർ സാദിഖ് 50, അബിദ് സാദിഖ് 43, താഹിർ യാസിൻ 38, റമിൻ ബാറി 38. ഇവർ ഉപയോഗിച്ചത് 11ഉം 15ഉം വയസ്സുള്ള 2 പെൺകുട്ടികളെയാണ്. 2 കുട്ടികളും ഈ കെയർ ഹോമിൽ ഉണ്ടായിരുന്നവരാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന്, മദ്യം ഒക്കെ കൊടുത്താണ് പ്രലോഭിപ്പിച്ചത്. 2003 ഏപ്രിൽ മുതൽ 2008 ഏപ്രിൽ വരെ ആണ് നടന്നത്. 5 കൊല്ലം. ചിൽഡ്രൻസ് ഹോമിൽ നിന്ന് കാറിലാണ് ഈ കുട്ടികളെ ഇവർ കൊണ്ടുവന്നിരുന്നത്. അവർക്ക് സിഗരറ്റും കഞ്ചാവും കാശും കൊടുത്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അമർ, അജയ്സ്, സാദിഖ്, സായിബ് എന്നിവർ ഇതിലൊരു കുട്ടിയെ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തി. യാസിൻ, ബാറി വേറൊരു കുട്ടിയെ, മറ്റേ കുട്ടിയെ. സാദിഖ് മുൻപ് തന്നെ ഒരു പെൺകുട്ടിയെ ചെയ്ത കേസിൽ 20 വർഷത്തെ ശിക്ഷാവിധി നേരിടുന്ന ആളാണ്. അയാൾ ഈ 2 കുട്ടികളെ ഈ ജിഹാദ് നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. പാർക്ക്, കാറ്, സെമിത്തേരി ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടാണ് ചെയ്തത്. ഒരു നഴ്സറിക്ക് പിന്നിലും സംഭവം നടന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. 2020 ഈ കഴിഞ്ഞ മെയ്യിൽ ആയപ്പോൾ 24 പേര് ജയിലിലായിട്ടുണ്ട്. മുൻപും ഈ വിധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 24 പേര് ജയിലിൽ, 8 കുട്ടികൾ വെസ്റ്റ് യോർക്ക്ഷയറിൽ. ഇപ്പോൾ മൊത്തം 24 പേരുടെ ശിക്ഷാവിധി എടുത്താൽ 346 വർഷം ആകും. അത്രയും വർഷത്തേക്കാണ് 24 പേര്. ഇവർ ഈ കുട്ടികളെ തുടർച്ചയായി ഇങ്ങനെ ഈ പീഡനത്തിന് ഇരയാക്കുകയാണോ, അത് 1-2 തവണ? അതിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ റോത്തർഹാമിലത്തത് 1 തവണയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ കേസ് ഷെഫീൽഡിലത്തത് അത് 5 കൊല്ലത്തേക്കാണ്. 5 കൊല്ലം.
അത് 11ാമത്തെ വയസ്സ് മുതൽ 14ാമത്തെ വയസ്സ് വരെ ആണ് അത്. 5 കൊല്ലം ആണ് അത് നടന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഓപ്പറേഷൻ സ്റ്റോവുഡ് എന്ന് പറഞ്ഞാണല്ലോ, അത് റോത്തർഹാം. പല സ്ഥലത്തും പല പേരാണ്. ഓപ്പറേഷൻ ടൂർവേ എന്ന് പറഞ്ഞിട്ടാണ് നോർത്ത് കിർഗീസിലിപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഡൗൺസ്ബ്യൂറി, ബാറ്റ്ലി എന്ന് പറയുന്ന സ്ഥലങ്ങളിലാണ്. 1999, 2012 കാലത്തെയാണ് അത്. അങ്ങനെ പല മേഖലകളിലും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണം നടന്നു വരുമ്പോൾ ഏതാണ്ടൊരു 20-25,000 കുട്ടികളുടെ ഇതുവരെ പറയാതിരുന്ന, ഇതെല്ലാം ഈ ഒരു ജിഹാദിന്റെ ഭാഗമാണ്. അതെ, നമ്മളിപ്പോ ഒരു പാകിസ്ഥാൻ ഗാങ് ആണെന്ന് പറഞ്ഞല്ലോ, അതിൽ പറഞ്ഞത്. അതെ സാർ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. ഇന്ത്യയിൽ ലവ് ജിഹാദ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് BJP മെനയുന്നൊരു കഥയായിട്ടാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ ബ്രിട്ടനിലൊക്കെ ഇങ്ങനെ സംഭവിക്കുമ്പം അത് ആരിങ്ങനെ കഥ മെനയുന്നതാണെന്ന് ആർക്കെങ്കിലും ആരോപിക്കാൻ പറ്റുമോ? അല്ല, അവിടെ ഹിന്ദുത്വവാദികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇപ്പോൾ ലെയ്സെസ്റ്റർ ഷെയർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്ത്യ-പാക് ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചു. അത് കഴിഞ്ഞപ്പോൾ ലെയ്സെസ്റ്റർ ഷെയറിൽ ക്ഷേത്രമൊക്കെ കത്തിക്കുകയൊക്കെ ചെയ്തു. ഇന്ത്യക്കാർക്കെതിരെ ആക്രമണമൊക്കെ. പാകിസ്ഥാനെ തോൽപ്പിച്ചത് ഇന്ത്യക്കാരാണെന്നുള്ള പേരിൽ ബ്രിട്ടനിൽ. ആ ലെയ്സെസ്റ്റർ ഷെയറിൽ ഇപ്പോൾ കഴിഞ്ഞ ജനുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ അവിടെ. ലെയ്സെസ്റ്റർ ഷെയറിൽ BJP RSS ആനുകൂല്യമുള്ള ഒരു ഹിന്ദുത്വവാദിയായ ശിവാനി രാജ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ ജയിച്ചത് അവിടെ. ഞാൻ വെറുതെ പറഞ്ഞാണ്. എന്താന്ന് വെച്ചാൽ ബ്രിട്ടൻ പോലുള്ള യൂറോപ്യൻ നഗരങ്ങളിൽ കുടിയേറ്റക്കാർക്കെതിരായ പ്രക്ഷോഭം എന്തുകൊണ്ട് നടക്കുന്നു എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈ തീവ്ര വലതുപക്ഷമാണല്ലോ എല്ലായിടത്തും ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൽ മോദിയുടെ സുഹൃത്തും മെലോണി ഇറ്റലിയിൽ അവർ തീവ്ര വലതുപക്ഷ. കഴിഞ്ഞ ദിവസം മുസോളിനിയുടെ കൊച്ചുമോള് റേച്ചൽ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. അവർ ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ഈ മെലോണി എന്ന് പറഞ്ഞിട്ടാണ് അവരും രാജിവെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യാന്തര ഓപ്പറേഷനാണിത്. എവിടെ നിന്നൊക്കെ ഈ സോറോസ് പണം മുടക്കുന്നുണ്ടോ അവരൊക്കെ ന്യൂനപക്ഷം പറഞ്ഞിട്ട് പല പാർട്ടികളും വിട്ട് ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഇങ്ങനെ നടക്കും. അതാണ് ഈ മുസോളിനിയുടെ കൊച്ചുമകളും. കുറച്ച് കഴിയുമ്പോൾ മുസോളിനിയുടെ കൊച്ചുമകളും രാഹുൽ ഗാന്ധിയൊക്കെ റോമിൽ വെച്ചോ മറ്റോ, സോണിയാഗാന്ധിയുടെ സ്വന്തം സ്ഥലമാണല്ലോ, ചർച്ച നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടു എന്നൊക്കെ വരും. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ബ്രിട്ടനിലൊക്കെ ഈ ജിഹാദ് പലതരത്തിൽ ഉണ്ട് എന്നുള്ളത്. എനിക്കിത് വലിയ അത്ഭുതമായിരുന്നു. ഇത് നമ്മുടെ പ്രേക്ഷകർ പറയേണ്ടതല്ലേ. ഇങ്ങനെ 11 വയസ്സിൽ മുതൽ പെൺകുട്ടികളെ ഇങ്ങനെ ഒരു ജിഹാദ്, അതായത് ബ്രിട്ടീഷുകാർ ഇങ്ങനെ തോൽപ്പിക്കാം, ലൈംഗികത വഴി അവർ നമുക്ക് കീഴ്പ്പെടുത്തി കളയാം കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇതൊരു അന്വേഷണ പരമ്പര ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനിയും ഇതിനേക്കാൾ ക്രൂരതകൾ ഇനി പുറത്ത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാം. അതങ്ങനെയല്ല, അത് ക്രൂരതകൾ ഞാനും പറയാത്തതാണ്. കുഞ്ഞുങ്ങളെ പറ്റിയിട്ടാണ്. ഒന്നാമത് എനിക്ക് ഇത്തരം വീഡിയോകൾ കാണുക, വാർത്തകൾ വായിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അത്തരം വിവരണങ്ങൾ ഈ വിധിയിലും പറഞ്ഞിട്ടുണ്ട്. ജഡ്ജി ക്രൂരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യാണ് ചെയ്തത്. ഇതിപ്പോൾ നിർഭയയുടെ കേസൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ, എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് ആ കാലത്തൊക്കെ വായിക്കുമ്പോൾ വല്ലാതെ തോന്നുമായിരുന്നു. അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അത് ജിഹാദാവുമ്പോൾ അത് അങ്ങനെ വരുമല്ലോ. കാരണം പാകിസ്ഥാൻ ഇന്ത്യൻ ഭടന്മാരെ ഈ കാർഗിൽ യുദ്ധകാലത്തൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കൊന്നു കഴിഞ്ഞിട്ട് കണ്ണ് ചൂഴ്ന്നെടുക്കുക, അംഗഭംഗം വരുത്തുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. നമ്മൾ പിടിച്ച പാകിസ്ഥാൻകാരെ ജഡങ്ങൾ അങ്ങോട്ട് വിട്ടുകൊടുത്തപ്പോൾ പാകിസ്ഥാൻ സ്വീകരിച്ചില്ല കാർഗിൽ യുദ്ധത്തിൽ. നമ്മൾ അവർക്ക് മാന്യമായ ശവ അടക്ക്, അതാണ് നമ്മൾ സല്യൂട്ടൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തത്. അവർക്ക് അങ്ങനത്തെ ഒരു മര്യാദയോ മാന്യതയോ മാനുഷിക പരിഗണനയോ ഒന്നുമില്ല. ജനീവ കൺവെൻഷൻ അനുസരിച്ച് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ജഡത്തിനോട് പോലും മര്യാദ കാണിച്ചില്ല ഈ കാർഗിൽ യുദ്ധത്തിന് ശേഷം. ഇതൊക്കെ ചരിത്രത്തിലുള്ളതാണ്. അതുകൊണ്ട് ഇതായതുകൊണ്ട് ഇവർ ശത്രുക്കളും വെറുക്കപ്പെട്ടവരും കാഫറുകളാണ് ആണെന്നാണല്ലോ. അവിശ്വാസികൾ കാഫറുകളാണ് ബ്രിട്ടീഷുകാർ. അവിശ്വാസികളോട് ഇങ്ങനെയാണ് പെരുമാറുക എന്നുള്ളതാണ്. അവരുടെ മനസ്സിലെ ക്രൂരത എത്രത്തോളം എന്നാണ് ഈ സംഭവങ്ങളെല്ലാം. ഇതിൽ എത്രയോ കുട്ടികൾ വീണ്ടും കൗൺസിലിങ്ങോ അങ്ങനെയൊക്കെ വിധേയരാകേണ്ടി വന്ന കുട്ടികളൊക്കെ ഉണ്ട് ഈ കൂട്ടത്തിൽ. വല്ലാത്തൊരു കഥയാണത്. വളരെ നന്ദി സാർ ഈ ഒരു വിവരം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.